Hi friends, welcome to Malayalam's kitchen. ഇന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് പുഡിംഗ് ആണ്. അത് തേങ്ങാപ്പാലും നോർമൽ നമ്മുടെ പശുവിൻ പാലും കൂടെ വെച്ചിട്ട് ആണ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത്. ഞാൻ ഒരു ചെറിയൊരു ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ, ആ ഗ്ലാസിന്റെ അളവിന് തന്നെ ഞാൻ 2 ഗ്ലാസ് പശുവിൻ പാൽ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 1/2 ഗ്ലാസ് പാല് കോൺഫ്ലവർ കലക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് പശുവിൻ പാലും 1 ഗ്ലാസ് തേങ്ങാപ്പാലുമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പശുവിൻ പാല് 1.5 ഗ്ലാസ് ഉള്ളത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പാല് ചൂടാകുന്ന സമയത്ത് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്ന 1/2 ഗ്ലാസ് പശുവിൻ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1.5 നമ്മുടെ പാലിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്ലാസ് എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ സൈസ് കുറച്ചൊന്ന് ചെറുതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ച് എടുക്കുക. 250-300 മില്ലിയോളം പാലാണെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം എടുക്കുക. ഞാനിവിടെ ഇപ്പം 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞെങ്കിലും 1.5 ടേബിൾ സ്പൂൺ 1.25 ടേബിൾ സ്പൂണോളമാണ് കോൺഫ്ലവർ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ കോൺഫ്ലവർ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ജെലാറ്റിനോ ചൈന ഗ്രാസോ യൂസ് ചെയ്യാം. ചൈന ഗ്രാസ് ആണെന്നുണ്ടെങ്കിൽ 10 ഗ്രാമും ജെലാറ്റിനാണെങ്കിൽ 2 ടേബിൾ സ്പൂണും എടുത്ത് അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. ജെലാറ്റിൻ യൂസ് ചെയ്യുന്നവർക്ക് അതറിയാം. അതൊന്ന് ജസ്റ്റ് സോക്ക് ചെയ്തതിന് ശേഷം പാലിൽ ചേർത്ത് എടുക്കുകയാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കലക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പാലും ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ മധുരം ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. 2 ടേബിൾ സ്പൂൺ 2-2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തതിന് ശേഷം ബാക്കി മിൽക്ക് മെയ്ഡ് അത് ഒരു 3-4 ടേബിൾ സ്പൂൺ വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. പാലൊഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ 1-ാം പാലാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ. കുറച്ച് നിങ്ങൾ ഞാനിവിടെ ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3/4 ഗ്ലാസ്, ഞാൻ ഈ എടുത്ത പാലിൻ്റെ അതേ സെയിം ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് ഒന്ന് ജസ്റ്റ് വെള്ളം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചെറിയൊരു ചൂടോടെ ഞാൻ ഒഴിച്ചിട്ട് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്തതാണ്. ചൂടുവെള്ളം ചേർക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല പാല് നന്നായിട്ട് കിട്ടും. അതുപോലെ വെളിച്ചെണ്ണയുടെ ആ ഒരു കട്ട ഇല്ലാത്ത രീതിയിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നിങ്ങളും തേങ്ങാപ്പാൽ എടുക്കുക. അതുപോലെ എടുത്ത 1 ഗ്ലാസ് തേങ്ങാപ്പാലും 2 ഗ്ലാസ് ഇപ്പോൾ ഇതിൽ 1.5 ഗ്ലാസ് പശുവിൻ പാലുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നീട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. കാര്യം ഞാൻ പാലൊഴിച്ചു, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. അത് കഴിഞ്ഞ് തേങ്ങാപ്പാൽ ഒഴിച്ചപ്പം പഞ്ചസാരയുടെ അളവ് കുറവായതിനാൽ ഞാൻ വീണ്ടും 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തു. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുമ്പോഴും തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം മധുരം ഈക്വൽ ആണോ എന്ന് നോക്കുക. പുഡിങ്ങാണ്, മധുരം കുറച്ച് മുന്നിട്ട് നിന്നാലേ അതിന് ടേസ്റ്റ് വരത്തുള്ളൂ. എന്ന് വെച്ചിട്ട് ഓവറായിട്ട് പഞ്ചസാര ആഡ് ചെയ്യാനും പാടില്ല. ഇനി നമുക്ക് ഇങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കോൺഫ്ലവർ ഞാനിവിടെ 1/2 ഗ്ലാസ് പാലിൽ കലക്കി വെച്ചിരുന്നു. അത് നമുക്ക് ഇതിനകത്ത് കട്ടയില്ലാത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഫ്ലെയിം കുറച്ചതിന് ശേഷം സിമ്മിലിട്ടതിന് ശേഷം വേണം ഒഴിച്ച് നന്നായിട്ട് തന്നെ നന്നായിട്ട് ഇളക്കുക. കാര്യം ഇത് കോൺഫ്ലവറിൻ്റെ പൊടി കട്ട കെട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്കിത് ഇതുപോലെ തന്നെ സിമ്മിലിട്ട് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കാം. നമ്മുടെ കുറുക്കൊക്കെ വരുന്നത് പോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇതിനി നമുക്ക് ഒരു മോൾഡിലേക്ക് മാറ്റാം. ഞാനിവിടെ ചെറി ഇട്ടിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ കുറുക്കി വെച്ചത്
ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിനകത്ത് പ്ലേറ്റിൽ ചെറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇടാം. ഞാൻ ഇതിനകത്ത് ഓയിലൊന്നും തേച്ചിട്ടില്ലായിരുന്നു. ഇത് നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. കോൺഫ്ലവർ ചേർത്ത് കുറുകി വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1-2 സ്പൂണിൽ 1 സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീണ്ടും കലക്കി ഒഴിച്ച് കുറുക്കിയെടുക്കാവുന്നതാണ്. അത് കുറുക്കി വരുന്ന ഒരു 10 മിനിറ്റോളം നിങ്ങൾ കറക്റ്റ് അത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. 10 മിനിറ്റ് ആയിട്ടും കുറുകുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1-2 സ്പൂൺ പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പം നമുക്ക് ഒന്ന് സെറ്റായിട്ട് വരണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഒരു നോർമൽ ടെമ്പറേച്ചർ ആയതിനു ശേഷം നമുക്ക് ഫ്രീസറിൽ വെക്കരുത്, താഴത്തെ തട്ടിൽ വെക്കാം. നമ്മുടെ പുഡിംഗ് ഇവിടെ ഞാൻ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം അരമണിക്കൂർ തണുത്തതിന് ശേഷം ഞാൻ അരമണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കൊന്ന് തിരിച്ചിടാം. പുഡിങ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു നല്ല ഓയിലിയാണ്, കാര്യം തേങ്ങാപ്പാൽ കുറുകി വന്നതിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഞാൻ ചെറി ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ബ്ലഫി, നല്ല ജെല്ലിൻ്റെ ആ മുട്ടായുടെ രീതിയിൽ നല്ല പുഡിങ് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല പുഡിങ്ങാണ്, കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ.